ഏറെ സങ്കടകരമായൊരു വാർത്തയാണ് കൊച്ചി വടുതയിൽ നിന്നും ഇന്ന് രാവിലെ കേട്ടത്. വടുതലയിൽ ഒരു കുടുംബത്തിലെ 5 പേരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂട്ടാത്മഹത്യയ്ക്ക് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളെന്നാണ് പോലീസ് പറയുന്നത്. ഇത് സംബന്ധിച്ച ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിളപ്പിൽശാല സ്വദേശിനി അശ്വതി, ഇവരുടെ അമ്മ ശ്രീകുമാരി, അശ്വതിയുടെ 3 മക്കൾ എന്നിവരടക്കം 5 പേരെയാണ് വടുതലയിലെ വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. 14, 5, 2 വയസ്സുള്ള കുട്ടികളെ വിഷം കൊടുത്ത് കൊന്ന ശേഷം അശ്വതിയും അമ്മയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആത്മഹത്യ കുറിപ്പ് എഴുതിയിട്ടില്ല. അപ്പോൾ അവരുടെ ഫാമിലി എന്തൊക്കെ ഡിസ്പ്യൂട്ടാണ് ആത്മഹത്യക്ക് കാരണം എന്നുള്ള തരത്തിലാണ് സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചത്. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ ഭർത്താവ് സുമാർ 2 മാസം മുന്നേ ഹാങ് ചെയ്തിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇവരാണെന്നുള്ള ഉത്തരവാദി ഇവരാണെന്നുള്ള തരത്തിൽ ബ്ലെയിം ചെയ്തു എന്നൊക്കെയുള്ള തരത്തിലാണ് സൂയിസൈഡ് നോട്ടിൽ എഴുതി വെച്ചത്. 2 മാസമായിട്ട് അശ്വതി എസ് നായർ എന്ന് പറഞ്ഞ ലേഡിയും എൻ്റെ അമ്മയും 3 കുഞ്ഞുങ്ങളും കൂടിയാണ് ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയത്. ട്രീറ്റ്മെന്റ് ഭാഗത്താണ് വന്ന് താമസിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചത്. ഇപ്പം നിലവിൽ 2 പേര് തൂങ്ങിയ നിലയിലും അശ്വതി എസ് നായരും എൻ്റെ അമ്മയും തൂങ്ങിയ നിലയിലും 3 കുഞ്ഞുങ്ങൾ കട്ടിലും മരിച്ചു കിടക്കാനായിട്ട് കാണാൻ സാധിച്ചത്. ഇവര് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ആസ്റ്റർ മെഡിസിറ്റിയിൽ വന്നതാണ്. രാവിലെ തൊട്ടപ്പുറത്ത് ഈ ഓണറിന്റെ ചേട്ടന്റെ മോനാവെന്ന് നോക്കിയപ്പോഴാണ് അറിയണത് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കണ കണ്ടത്. ഡീറ്റെയിൽസ് ഒന്നും നമുക്കും ആർക്കും പരിസരവാസികൾക്ക് അറിയില്ല എന്താണെന്ന്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഈ അയൽവാസി ജനലിലൂടെ നോക്കിയപ്പോഴാണ് 5 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഏറെ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. കുടുംബ പ്രശ്നമാണ് സംഭവത്തിന് പിന്നിലെന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ടോമ, ഇന്ന് അതീവ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു രാവിലെ ഉണ്ടാകുന്നത്. കാരണം ഒരു വീട്ടിലെ 5 പേരെ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന രീതിയിൽ തുടർന്ന് പോലീസിൻ്റെ ഒരു അന്വേഷണത്തിലേക്ക് വരുമ്പോൾ ഇത് ആത്മഹത്യ എന്ന് വ്യക്തമാകുന്നു. സമീപവാസി അവരെ തൊട്ടടുത്ത വീട്ടിലേക്ക് അദൃശ്യമായി നോക്കുമ്പോൾ അവർ ജനലിലെ വഴി നോക്കുമ്പോൾ അവിടെ തൂങ്ങിയ നിലയിൽ 2 ശരീരങ്ങൾ കാണുന്നു എന്നതാണ്. ഉടൻ തന്നെ ഇയാൾ പോലീസിനെയും കൗൺസിലറെയും എല്ലാം തന്നെ അറിയിക്കുന്നു. അതിനുശേഷമാണ് ഈ പരിശോധനകളിലേക്ക് കടക്കുന്നത്. അപ്പോൾ അവിടെ വാടകയ്ക്ക് നൽകിയിരിക്കുന്നു, ഒരു വലിയ വീടാണ്, അത് ഈ അടുത്ത കാലത്ത് വാടകയ്ക്ക് നൽകിയിരിക്കുന്നു എന്നൊരു വിവരം ആ സമീപവാസികൾക്കുണ്ട്. പക്ഷെ അവർ ആരാണോ എന്താണോ, കുട്ടികളുണ്ട്, 3 കുട്ടികളുണ്ട് എന്നത് മാത്രമാണ് അവർക്ക് അറിയാവുന്നത്. ഇവർ പോയി വരുന്നതെല്ലാം കാണാം. അവിടെ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്നതാണ് എന്ന വിവരവും അറിയാം. ഇത്ര മാത്രമേ ഈ കുടുംബത്തെക്കുറിച്ച് അറിയുള്ളൂ. ഒരു മറ്റു പശ്ചാത്തലങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നത് എല്ലാവരും ഇതിൽ, കാരണം ഇതിൽ ആർക്കും ഒന്നും തന്നെ അറിയില്ല ഇവരെക്കുറിച്ച്. തുടർന്ന് പോലീസ് വരികയും പരിശോധന നടത്തുകയും എല്ലാം ചെയ്തിട്ടാണ് പിന്നീട് എന്താണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നത്. ഇവരൊരു ആത്മഹത്യാക്കുറിപ്പടക്കം പോലീസിനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. നേരത്തെ സെൻട്രൽ ACP പറഞ്ഞതുപോലെ ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ഇവരുടെ ഒരു ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള നിരന്തരമായ കുറ്റപ്പെടുത്തലും അവഹേളനങ്ങൾ സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് അതിൽ സൂചനയുണ്ടെന്നാണ് പറയുന്നത്. ഭർത്താവ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു. അതിനുശേഷം ഇവർക്ക് വീട്ടുകാരിൽ നിന്ന് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ അശ്വതി നായർക്ക് അവർക്ക് വലിയ രീതിയിൽ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ തന്നെ വലിയ ആരോപണങ്ങളടക്കം കേൾക്കേണ്ടി വന്നു. വിളപ്പിൽശാല സ്വദേശികളാണ് ഇവർ. വിളപ്പിൽശാലയിൽ അവിടെ ഒരു വീടുണ്ടായിരുന്നു. അത് വാടകയ്ക്കോ പണയത്തിനോ നൽകിയ ശേഷമാണ് ഇവരിവിടേക്ക് വരുന്നത്. ഇവർ 3 കുട്ടികളാണ് ഇവർക്കുള്ളത്. 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയുമാണ് ഇവർക്കുള്ളത്. 14, 5, 2 വയസ്സ് പ്രായമുള്ള കുട്ടികൾ. ഇതിൽ ഒരു കുട്ടിയുടെ ചികിത്സാർത്ഥമാണ് ഇവർ കൊച്ചിയിലേക്ക് വന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തുകയായിരുന്നു. ഈ വിവരങ്ങളാണ് പ്രാഥമികമായിട്ട് ആളുകൾക്ക് അറിയാവുന്നത്. ഇപ്പോൾ പോലീസ് പറയുന്നത് അവരൊരു അന്വേഷണത്തിൽ കണ്ടെത്തിയതിൽ ഈ ആത്മഹത്യാക്കുറിപ്പ് സംബന്ധമായ അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പോലീസ് പറയുന്നത്. ഇവർ ഈ വീട്ടുകാരിൽ നിന്ന് കേൾക്കേണ്ടി വന്ന വലിയ രീതിയിലുള്ള ശകാരങ്ങളും ഈ ആക്ഷേപങ്ങളും എല്ലാം ഉണ്ട്. അതിൽ മനംനൊന്താണ് കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്തതെന്നതാണ് പറയുന്നത്. കുട്ടികളെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു അവർ 3 പേരുടെയും ശരീരങ്ങൾ. അവർ വന്ന് വാതിൽ തുറക്കുമ്പോൾ അതിൽ ബെഡിൽ കിടത്തിയിരിക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ മരണം ഉറപ്പാക്കിയ ശേഷമാണ് അശ്വതി. അങ്ങനെ ആത്മഹത്യക്കുറിപ്പിൽ ആരുടെയെങ്കിലും പേര് പരാമർശിക്കുന്നുണ്ടോ? വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് മാനസിക പീഡനം ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞിന് ചികിത്സാ സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി കൊച്ചിയിലെത്തിയതാണ്. മറ്റേതെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഇവരെ അലട്ടിയിരുന്നോ?
ടോം, ഇതിൽ സാമ്പത്തികമായി ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ച് ആ ഒരു വീട്, വലിയ വീട്, പോലീസിനോട് നമ്മൾ അത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ചോദിച്ചിരുന്നു. മാധ്യമപ്രവർത്തകർ അന്വേഷിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രാഥമികമായ നിഗമനം അത്ര ബുദ്ധിമുട്ട് അവർക്കുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. ആ ഒരു വീട് വാടകയ്ക്കെടുക്കും, വലിയ വീടാണ്, അത് വാടകയ്ക്കെടുക്കുകയും അതുമായിട്ട് 2-3 മാസമായിട്ട് അത് വാടക കൊടുത്തെല്ലാം തന്നെ പോകുന്നു. അതിൻ്റെ ഉടമസ്ഥർ വിദേശത്താണ്. അവരുടെ മറ്റൊരു സഹോദരനാണ് സമീപത്ത് താമസിക്കുന്നത് ഈ വാടക വീടിൻ്റെ. അപ്പോൾ അവരുമായിട്ടാണ് ഡീല് നടത്തിയിരുന്നത്. അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രയാസങ്ങളുള്ളതായിട്ട് ഇവരിൽ നിന്ന് അനുഭവപ്പെട്ടിട്ടില്ല. മാത്രവുമല്ല, തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി ഇവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്, അതിൻ്റെ ആധാരം ചെയ്യുന്ന സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ഈ കത്തിൽ ചില സൂചനകളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊരു ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് പ്രാഥമികമായ അന്വേഷണത്തിൽ പോലീസിന് തോന്നിയിട്ടില്ല എന്നതാണ് പറയുന്നത്. ഈ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നത് അവർക്ക് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കത്തിൽ പറയുന്നത്. കത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ടോം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പേര് വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയും അതിൽ പോലീസ് അത് വ്യക്തമായിട്ട് പറയുന്നില്ല. കാരണം കൂടുതൽ ഇത് അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. കൂടുതൽ അന്വേഷണം നടത്തുന്നത്, കാരണം ഒരു വ്യക്തിഹത്യ എന്ന രീതിയിലേക്ക് പോകാതെ വസ്തുനിഷ്ഠമായതിൽ സംബന്ധിയായ കാര്യങ്ങൾ ഒരു അന്വേഷണം നടത്തണം എന്നതാണ് പോലീസ് പറയുന്നത്. കത്തിൽ പറഞ്ഞിരിക്കുന്ന സൂചനകൾ മാത്രമാണ് പോലീസ് പറഞ്ഞത്. ഈ രീതിയിലുള്ളൊരു കാരണങ്ങൾ സ്വാഭാവികമായും ഈ ആത്മഹത്യ സംഭവിക്കുമ്പോൾ, പ്രത്യേകിച്ച് 3 കുട്ടികളെ ഇല്ലാതാക്കി ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു കാരണം വലുതാവണം. അതുകൊണ്ടാണ് അത്തരം കാരണങ്ങളുടെ ചെറിയ സൂചനകൾ പോലീസ് നൽകുകയും ചെയ്തത്. ആത്മഹത്യാക്കുറിപ്പിൽ അത്തരം സൂചനകളാണ് നൽകിയിരിക്കുന്നത്. തങ്ങൾക്ക് നൽകേണ്ടി വന്ന ഈ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപങ്ങൾ, അതിനെ തുടർന്നാണ് ഈ രീതിയിലേക്ക് ജീവൻ ഒടുക്കുന്നത് എന്നതാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിൽ പോലീസ് ഒന്നുകൂടി അന്വേഷണം നടത്തുന്നുണ്ട്. അത് മാത്രമാണോ കാരണം എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നു. ആ മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആശുപത്രി മോർച്ചറിയിലേക്ക് അതാണ് നമുക്ക് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷമുള്ള ആത്മഹത്യ. ഈ സമീപ നാളുകളിൽ കൊച്ചിയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്ത 1-2 വാർത്തകളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കടമക്കുടിയിൽ കുഞ്ഞു മക്കളെ കൊലപ്പെടുത്തി ദമ്പതികൾ ജീവനൊടുക്കിയ കേസും, അങ്കമാലിയിൽ മക്കളെ കൊലപ്പെടുത്തി ദമ്പതികൾ ആത്മഹത്യ ചെയ്ത സംഭവമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പലപ്പോഴും ഈ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ വേദന ഉണ്ടാകും. കാരണം ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളവരാണ്. ഈ ഒരു വലിയ സന്തോഷം പകരുന്നവരാണ് കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ. അവിടെയാണ് അവരുടെ ജീവൻ ഇല്ലാതാക്കുന്നത്. അത് ഏത് ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഇങ്ങനെ ചിന്തിക്കുക എന്ന് ഒരുപക്ഷെ നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. അങ്ങനെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത്, അല്ലെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കി തന്നെ അവർ ഇവിടെ എത്തിയതാണോ? ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശത്തോടെ എത്തിയതായിരിക്കുമോ? അതോ പെട്ടെന്നുള്ളൊരു പ്രകോപനമോ അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു മാനസിക പ്രയാസങ്ങളോ ആയിരിക്കുമോ ഈ കൂട്ട മരണത്തിലേക്ക് നയിച്ചത്? ടോം, ഇതിൽ പോലീസ് നൽകുന്ന ചില സൂചനകൾ, അതോടൊപ്പം തന്നെ ചില ഔദ്യോഗികമായ ചില വിവരങ്ങൾ, ഇതെല്ലാം പറയുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത് ഇവർക്ക് നാട്ടിൽ ഈ രീതിയിൽ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ശകാരങ്ങളും കാര്യങ്ങളുമെല്ലാം അവരെ ഇവിടേക്ക് മാറാനായിട്ട്, ചികിത്സയാണെങ്കിൽ കൂടിയും അവിടെ നിന്ന് മുഴുവനായിട്ട് തന്നെ മാറി നിൽക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാമെന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ചികിത്സയുടെ പേരിലാണെങ്കിൽ കൂടിയും നാട്ടിൽ നിന്ന് ഇവിടേക്ക് മാറുന്നത്, വെളുപ്പിൽശാലയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്നതും. പക്ഷേ ആ ഒരു ട്രോമ അവരെ പിന്തുടരുന്നുണ്ട്. ഭർത്താവിൻ്റെ മരണവും അത് സൃഷ്ടിച്ച ആഘാതവും, അതിനൊപ്പം തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തരവാദി താനാണ് എന്ന് ഭർത്തൃ വീട്ടുകാരിൽ നിന്നുള്ളൊരു ശകാരവും ആക്ഷേപവും എല്ലാം അവരെ നിരന്തരം പിന്തുടരുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഈ അമ്മയ്ക്കും അതുപോലെ തന്നെ ഉണ്ടാകാം, ഈ അശ്വതിയുടെ അമ്മയ്ക്ക്. അവർ കുട്ടികളിലേക്ക് അത് എത്രത്തോളം എത്തിയിട്ടുണ്ടാകും അത് അറിയില്ല. ചെറിയ കുട്ടികളാണ്, 14 വയസ്സാണ്. ആ കൂട്ടത്തിൽ 3 പേരിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾ 14-കാരനാണ്. അതിൽ മറ്റുള്ള ആൾ 5 വയസ്സും 2 വയസ്സുമുള്ളവരാണ്. എങ്ങനെയാണ് നമുക്കറിയാം, കാരണം നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആഗ്രഹങ്ങളോടുകൂടി എല്ലാം തന്നെ ഉണ്ടാകുന്ന അവരെ ഇല്ലാതാക്കുകയാണ് പൂർണ്ണമായും തന്നെ. എങ്ങനെയാണ് അത് നീതീകരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വിശദമാക്കേണ്ടതെന്ന് അറിയത്തില്ല. 3 പേരും ഇല്ലാതാവുന്നു. 3 പേരുടെ മരണം ഉറപ്പാക്കിയ ശേഷമാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ തങ്ങൾ മരിക്കാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം ഇവർക്ക് ആരെന്ന ചിന്തയായ പലതിനും ഈ കുട്ടികളെ കൂടി ഒപ്പം കൊണ്ടുപോകാനെല്ലാം പ്രേരിപ്പിക്കുന്നതും അതാണ്. എത്രത്തോളം അത് മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന സംഭവങ്ങളാണ്.
എന്തായാലും 3 പേരുടെയും മരണം ഉറപ്പാക്കിയ ശേഷമാണ്, വിഷം നൽകി മരണം ഉറപ്പാക്കിയ ശേഷമാണ് ഈ ഇരുവരും ആത്മഹത്യ ചെയ്യുന്നത്. ഇവിടേക്ക് വന്നത് കുട്ടിയുടെ ചികിത്സാർത്ഥമാണെങ്കിൽ കൂടി 3 മാസങ്ങൾക്കിപ്പുറത്തേക്ക് വരുമ്പോൾ അവരെ വിടാതെ ആ ഒരു ട്രോമ പിന്തുടരുന്നു എന്നത് തന്നെയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം വീണ്ടും ഫോണിലൂടെയും മറ്റും തുടർന്നിട്ടുണ്ടാകാമെന്ന് തന്നെയാണ് പോലീസ് അത്തരം ഫോൺ റെക്കോർഡുകളും കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. കാരണം ഇത് ഈ രീതിയിലേക്ക് ആത്മഹത്യയിലേക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ട് എത്തിയതാവാൻ വഴിയില്ല എന്നത് പോലീസ് നിരന്തരമായി എന്താണ് ഈ കൂട്ടമരണത്തിന് കാരണമെന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.